എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഡേറ്റ്സ് ലഡു ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബദാമാണ് എടുക്കുന്നത്. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ബദാം തന്നെ വേണമെന്നില്ല, കാഷ്നട്ട് ആയാലും മതി, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താലാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടുള്ള കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മിക്സിയിലേക്ക് ഞാനിവിടെ 1/3 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അരയ്ക്കൊന്നും വേണ്ട, ഇതെല്ലാം ഒരേ വലുപ്പത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി പാനിനകത്തേക്കൊന്ന് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല. ഈ തേങ്ങയുടെ ഈർപ്പം പോകുന്നിടം വരെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കതിപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ ആ മിക്സിയിലോട്ട് തന്നെ ഞാനിവിടെ 1 കപ്പ് ഈന്തപ്പഴമാണ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് അല്ലാത്ത ഈന്തപ്പഴമാണെങ്കിൽ മിക്സിയിലിട്ട് ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സി കേട് വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നല്ല കട്ടിയാണെങ്കിൽ ഈന്തപ്പഴം ഒന്ന് അരിഞ്ഞെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള ബദാമിൻ്റെ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ വേറെ മധുരം ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഈന്തപ്പഴത്തിൽ തന്നെ നല്ല മധുരം ഉള്ളതുകൊണ്ട് വേറെ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മധുരം അധികമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ തേങ്ങയുടെ അളവിലും ബദാമിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. കുറച്ചും കൂടെ കൂട്ടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ബോൾ അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, കാരണം നമ്മൾ തേങ്ങയൊന്നും ഫ്രൈ ചെയ്യാണ്ട് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുറത്തിരുന്ന് ചീത്തയാകും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ലഡു ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. അതുപോലെ നിങ്ങൾ എൻ്റെ മറ്റ് റെസിപ്പീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക, തയ്യാറാക്കി നോക്കുക. ഈ ഫോട്ടോസ് പലരായിട്ട് എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.